അന്നത്തെ സ്പോർട്സ് മന്ത്രിയായിരുന്ന വി അബ്ദുറഹ്മാൻ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതുണ്ട്. അതല്ലാതെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി അദ്ദേഹം മറഞ്ഞിരിക്കേണ്ട ഒരു സമയമല്ല ഇത്. അദ്ദേഹം മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച് എന്താണ് നടന്നത് എന്ന കാര്യം വ്യക്തമാക്കണം. കാരണം മെസ്സി വരും എന്ന് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയും അതല്ലാതെ മാധ്യമങ്ങളോട് നേരിട്ടും പലതവണ പറഞ്ഞിട്ടുള്ളയാളാണ്, അഭിമാനത്തോടെ പറഞ്ഞിട്ടുള്ളയാളാണ് അന്നത്തെ സ്പോർട്സ് മന്ത്രിയായ വി അബ്ദുറഹ്മാൻ. അദ്ദേഹത്തിൻ്റെ തോൽവിക്ക് ഒരുപക്ഷെ കാരണമായതും അതിലെ ഒരു പ്രധാന ഘടകവും ഇത് തന്നെയായിരിക്കും. മെസ്സി വരും എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ച കാര്യം, പ്രത്യേകിച്ച് മലപ്പുറത്തെ ഫുട്ബോൾ ആരാധകരെ പറ്റിച്ചതിൻ്റെ പേരിലായിരിക്കണം അദ്ദേഹത്തിൻ്റെ തോൽവി ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. എന്തായാലും വലിയ ദുരൂഹതയാണ് അന്വേഷണ റിപ്പോർട്ടിൽ ഉള്ളത്. എന്തായാലും ഈ സ്പോൺസർമാർ പണം അടച്ചത് ബാങ്ക് വഴി, പൊതുമേഖലാ ബാങ്ക് വഴിയാണ് എന്നുള്ള കാര്യം മന്ത്രി പറയുന്നുണ്ട്. എങ്കിലും ഈ ബാങ്ക് റെക്കോർഡ്സിൻ്റെ ഒരു വിവരവും സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലില്ല എന്നുള്ളതും ഈ അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തിൽ കളിക്കാം എന്ന് സമ്മതിക്കുന്നതിന് മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ ഇടപെട്ട് കേന്ദ്ര അനുമതി വാങ്ങി നൽകി, ഈ പണമിടപാടിന് വേണ്ടി ഉള്ള അനുമതി വാങ്ങി നൽകി എന്നുള്ള കാര്യവും ഉണ്ട്. ചുരുക്കത്തിൽ ഈ പദ്ധതി കൊണ്ട് ആകെ ഉണ്ടായ ഒരു കാര്യം വിദേശ നാണ്യ വിനിമയം നടന്നു എന്നുള്ളതാണ്. അതെന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ദുരൂഹതയാണ് അവിടെ നിലനിൽക്കുന്നത്. ശ്രീ പണിക്കർ, താങ്കൾ എന്താണ് സംശയിക്കുന്നത്? ഇനിയും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം വരേണ്ടതല്ലേ? തീർച്ചയായിട്ടും വിശദീകരണം വരേണ്ടതാണ് എന്നത് മാത്രമല്ല, ആ വിശദീകരണം ഇനി അനിവാര്യവുമാണ്. കാരണം മുമ്പ് നമ്മൾ ഇവരിൽ നിന്നൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഏത് വിൻഡോയിൽ മെസ്സി വരും എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇവർ പറഞ്ഞു ഒക്ടോബർ വിൻഡോയിൽ വരും, മാർച്ച് വിൻഡോയിൽ വരും എന്നൊക്കെ ഇവർ പറഞ്ഞു. ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏത് വിൻഡോയിൽ ഈ അബ്ദുറഹ്മാൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് വിശദീകരണം നൽകും, ഏത് വിൻഡോയിൽ ആൻഡോ അഗസ്റ്റിൻ ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന് വേണ്ടി വന്ന് അവരുടെ ന്യായം പറയും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇനി നോക്കുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന സത്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, നമ്മുടെ സർക്കാരിൻ്റെ പേര് പണയപ്പെടുത്തിയിട്ട് നടക്കാത്ത ഒരു ഇടപാടിന്, നടക്കില്ല എന്ന് പൂർണ്ണമായി ഉറപ്പായിരുന്ന ഒരു ഇടപാടിന് വേണ്ടി അനാവശ്യമായിട്ട് മറ്റേതെങ്കിലും ഒരു മാർഗത്തിലേക്ക് പണം അയച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളതാണ്. അതായത് ഇത് കേവലം ഒരു സ്പോൺസർഷിപ്പ് തട്ടിപ്പ് എന്നതിനപ്പുറത്തേക്ക് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാമ്പത്തിക ക്രമക്കേട് എന്ന നിലയിലേക്ക് ഈ സംഭവത്തിന്റെ രീതി തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളാണുള്ളത്, കുറ്റക്കാരായിട്ട് അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിലുള്ളത്. അതിലൊന്ന് കഴിഞ്ഞ സർക്കാർ തന്നെയാണ്, രണ്ടാമത്തേത് ഇതിന്റെ സ്പോൺസറുമാണ്. ഈ സർക്കാർ എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു എൻറ്റിറ്റി അല്ല. അതിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാരുണ്ട്, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരുണ്ട്. നിയമവകുപ്പിനെയും ധനവകുപ്പിനെയും ഒക്കെ എന്തുകൊണ്ടാണ് അവരുടെ ഉപദേശം കൃത്യമായി എടുക്കാഞ്ഞത്, പാലിക്കാഞ്ഞത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അതിനെ ബൈപ്പാസ് ചെയ്യാനുള്ള തീരുമാനം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ആരാണ് എടുത്തത്? സ്പോർട്സ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളുണ്ട്, സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 126 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് സർക്കാരിന് 1 രൂപ പോലും ചെലവില്ല എന്ന് പറയുകയും എന്നാൽ സർക്കാരിൻ്റെ പേരുപയോഗിച്ച്, സർക്കാരിൻ്റെ ഗുഡ്വിൽ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയും അത് രൂപീകരിക്കപ്പെട്ടിട്ട് ഏതാണ്ട് 20 ദിവസം മാത്രമുള്ള, വെറും 1 ലക്ഷം രൂപയുടെ പെയ്ഡപ്പ് ക്യാപിറ്റൽ മാത്രമുള്ള ഒരു കമ്പനിയുടെ വാക്കിന്മേൽ അതിനു വേണ്ടിയിട്ട് സർക്കാർ ഈ സ്പോൺസറുടെ താളത്തിനൊത്ത് ഡാൻസ് ചെയ്യാനായിട്ട് അവിടെ നിന്നു എന്നുള്ളത്. അത് മാത്രമല്ല, ഈ സ്പോൺസറെയാണ് നമ്മൾ കേട്ടത്, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി. പക്ഷെ അതല്ലാതെ മറ്റൊരു കമ്പനിയുടെ പേര് കൂടി ഇപ്പോൾ കേൾക്കുകയാണ്. കാരണം ആദ്യം സർക്കാരിലേക്ക് കമ്മ്യൂണിക്കേഷൻ നൽകിയത് വേറൊരു കമ്പനി ആയിരുന്നു എന്നുള്ളതാണ്, ഗോട്ട് എന്നുള്ള, അല്ലെ, ഗോട്ട് ആഡ് എന്നുള്ള കമ്പനി അല്ലേ? അവർക്ക് കിട്ടിയ അനുമതി തന്നെയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് പിന്നീട് തുടർന്നുകൊണ്ട് പോകുവാൻ കഴിഞ്ഞതും. അതെ, അതായത് അവർക്ക് കിട്ടിയിരിക്കുന്ന അനുമതി എന്ന് പറയുമ്പോൾ തന്നെ ഈ അനുമതിക്ക് വേണ്ടി അവർ അപേക്ഷിക്കുന്നതിന് ഏതാണ്ട് 20 ദിവസം മുമ്പ് മാത്രം രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണത്. ആ സ്ഥാപനത്തിന് 1 ലക്ഷം രൂപയുടെ പെയ്ഡപ്പ് ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 120 കോടിക്ക് മുകളിലുള്ള പണച്ചെലവ് വരുന്ന ഒരു എൻഗേജ്മെന്റുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അവർ സർക്കാരിനെ കൺവിൻസ് ചെയ്തിരിക്കുന്നത്? ഏതൊരു ഏജൻസി ആണെങ്കിലും ഏതൊരു സ്ഥാപനമാണെങ്കിലും നിശ്ചയമായിട്ടും അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡ്യൂ ഡിലിജൻസ് നടത്തുന്ന സമയത്ത് സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. പക്ഷെ അവിടെ എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടിട്ട് 3 ആഴ്ച മാത്രമായിരിക്കുന്ന വെറും 1 ലക്ഷം രൂപയുടെ മാത്രം ക്യാപിറ്റലുള്ള ഒരു സ്ഥാപനത്തിനെ, അതായത് യാതൊരു ട്രാക്ക് റെക്കോർഡും ഇല്ലാത്ത ഒരു സ്ഥാപനത്തിന് ഈ 120 കോടി രൂപയ്ക്ക് മുകളിൽ പണച്ചെലവ് വരുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ട്രസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. 2, അവരുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അവരുടെ രേഖകളും മറ്റു കാര്യങ്ങളും പരിശോധിക്കുന്ന സമയത്ത് അവരുടെ അഡ്രസ്സും ഇവഞ്ച്വലി വന്നു ചേർന്നിരിക്കുന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ അഡ്രസ്സും ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്പോൺസർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ മറ്റേതെങ്കിലും ഒരു ഘട്ടത്തിൽ മറ്റവർക്ക് നിലനിൽപ്പില്ല അല്ലെങ്കിൽ അവരെ ഇതിൽ പൂർണ്ണമായിട്ട് ഏൽപ്പിക്കാൻ പറ്റില്ല എന്നൊരു സമയത്ത് അവർ എൻ്റർ ചെയ്തിരിക്കുന്നതാണോ,
അതോ ഇവർക്ക് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരു സ്ഥാപനത്തിനെ ആ രീതിയിലത്തേക്ക് തട്ടിക്കൂട്ടി വെച്ചതാണോ തുടങ്ങിയ ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഡ്യൂ ഡിലിജൻസ് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഇതിൽ കൃത്യമായിട്ടുള്ള ഉപദേശം നൽകേണ്ടത് നിയമവകുപ്പും ധനവകുപ്പുമാണ്. ഇവരെ കൃത്യമായി കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ, ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ വേണമെങ്കിൽ എല്ലാ കാര്യം നടക്കുന്ന സമയത്ത് ഈ രാഷ്ട്രീയക്കാർ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, സംസ്ഥാനത്തിന് നഷ്ടമുണ്ടായിട്ടില്ല, നമ്മുടെ 1 രൂപ പോലും പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ ആവർത്തിക്കാം. പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം സംസ്ഥാനത്തിന്റെ പണം പോയിട്ടുണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തിന്റെ ഗുഡ്വിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ കൂടി അവകാശപ്പെട്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ, നമ്മുടെ സർക്കാരിന്റെ പേരിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെട്ട് യോഗം പോലും വിളിച്ചതാണ്. എന്തിനു വേണ്ടിയാണ്? ഈ സ്പോൺസർക്ക് ആ സ്റ്റേഡിയം നൽകുന്നതിന് വേണ്ടി. 17/10/2025 മുഖ്യമന്ത്രി യോഗം വിളിക്കുന്നു. സ്റ്റേഡിയം RBCക്ക്, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് നൽകാൻ തീരുമാനിക്കുന്നു. 5 കോടി ഡെപ്പോസിറ്റിൽ നിന്ന് RBCയെ ഒഴിവാക്കുന്നു. വിനോദ നികുതി ഒഴിവാക്കി നൽകുന്നു. RBCക്ക് സ്റ്റേഡിയം പിന്നീട് കൈമാറുന്നു. നിയമപരമായ നടപടികൾ ഒന്നും ഉറപ്പുവരുത്താതെ, നഷ്ടപരിഹാരത്തെ കുറിച്ച് ഒന്നും രേഖപ്പെടുത്താതെ, ഇൻഷുറൻസ് സംരക്ഷണം ഉറപ്പുവരുത്താതെ സ്റ്റേഡിയം RBCക്ക് കൈമാറാൻ തീരുമാനിക്കുകയായിരുന്നു. എന്തൊക്കെയാണ് നടന്നത് ഇവിടെ? മഞ്ജുഷ്, ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ സ്റ്റേഡിയം കൊടുക്കുന്നത് ഇതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. എന്നാൽ 2 വർഷത്തിലധികമായിട്ട് ഇങ്ങനെ ഒരു മെസ്സി ഇവിടേക്ക് വരുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത ഇങ്ങനെ എയറിലാക്കിക്കൊണ്ട് അതിന് വേണ്ടുന്ന ഒരു പല സ്റ്റെപ്പുകളും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കൂടി താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, ഇതുമായി ബന്ധപ്പെട്ട പണമിടപാടുകളെല്ലാം തന്നെ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട്, മെസ്സി ഇവിടേക്ക് വരുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്പോൺസർ തന്നെ ഒരു പത്രസമ്മേളനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അതായത് മെസ്സി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മെസ്സിയെ എയർപോർട്ടിൽ നിന്ന് ഈ മത്സര സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് അതിന്റെ ക്രമീകരണം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പ്രസന്റേഷൻ തന്നെ നടത്തി അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ടാക്കി ഒക്കെ ഇവരെ കാണിക്കുന്നത് നടക്കുമ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ അതായത് നമ്മുടെ നാട്ടിൽ ഈ രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ നടത്തുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരും ചോദിക്കാത്തത്? എവിടെയാണ് ഈ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ? അത് സ്പോൺസറുമായിട്ടാണ് നടക്കുന്നത് എന്ന് പറയുകയോ സംസ്ഥാനവുമായിട്ടാണ് നടക്കുന്നത് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരും തരാതരം മാറി പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് എന്താണ് സ്ഥിരീകരണം? ആ സ്ഥിരീകരണം നൽകുന്നത് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ആണോ? ഇനി അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഏജൻസിയാണോ? അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ഒരു കാര്യം മഞ്ജുഷ് ഓർത്ത് നോക്കണം. അതായത് ഇത് ഒക്ടോബർ വിൻഡോയിൽ വരും, അതല്ല ഇനി മാർച്ച് വിൻഡോയിൽ വരും എന്നൊക്കെ ഇവർ ഓരോ തവണ പറയുന്ന സമയത്ത് അങ്ങനെ വരും എന്നുള്ള ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഒരു സമയത്തും നമ്മൾ കണ്ടിട്ടില്ല. ഈ മാർച്ച് വിൻഡോയിലേക്ക് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഈ കള്ളം പറഞ്ഞിട്ട് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട എന്ത് കമ്മ്യൂണിക്കേഷനാണ് ഇവർ കാണിച്ചിരിക്കുന്നത്? അതായത് മെസ്സി ഞങ്ങളെ ചതിച്ചു, അർജന്റീന ഞങ്ങളെ ചതിച്ചു, ഇനി ഇന്ത്യയിൽ ഒരു സ്ഥലത്തും മെസ്സി വന്ന് കളിക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയിട്ട് വീണ്ടും പറയുന്നത് മാർച്ച് വിൻഡോയിലേക്ക് ഇത് വരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ തൽക്കാലത്തേക്ക് ആൾക്കാരുടെ മെമ്മറിയിൽ നിന്ന് ഈ ഒരു പ്രതീക്ഷ നൽകി ഇതിനെ ഒന്ന് പിന്നെ അങ്ങോട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു. പിന്നെ തെരഞ്ഞെടുപ്പ് വന്നു, അതോടുകൂടി ഇതങ്ങ് വിസ്മൃതിയിലാകുമെന്ന് അവർ കരുതുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ CK രാജേഷ് കുമാർ, സ്പോർട്സ് ജേർണലിസ്റ്റ്, അദ്ദേഹം കൂടി ചേരുകയാണ്. CK, താങ്കൾ അന്ന് ചോദിച്ചതാണ് ഈ കരാറിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, അതൊന്ന് വെളിപ്പെടുത്താമോ എന്ന്. അന്ന് വെളിപ്പെടുത്താൻ തയ്യാറായില്ല. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, അത് ടെൻഡർ ഒന്നുമില്ലാതെയാണ് RBC, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ ഏൽപ്പിച്ചത്, അവരെ സെലക്ട് ചെയ്തത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ RBCയും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും തമ്മിൽ കരാർ ഒപ്പുവെച്ച് 4 ദിവസങ്ങൾക്ക് ശേഷമാണ് 20/12/2024 ഒപ്പുവെച്ചു. 24/12/2024 മാത്രമാണ് ഈ വിവരം സർക്കാർ അറിയുന്നത്, അതായത് സർക്കാരിൻ്റെ അനുമതി കിട്ടുന്നത്. അതായത് അതിനു മുമ്പ് തന്നെ കരാറിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ഫയലിൽ മറ്റൊരു ഡ്രാഫ്റ്റ് എഗ്രിമെന്റ് കാണുന്നുണ്ട്. അത് കേരള സർക്കാരും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും തമ്മിലുള്ളതാണ്. ഇത് പ്രകാരം ഒരു സൗഹൃദ മത്സരം മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ പ്രതിഫലം നേരത്തെ 2 മത്സരം പറഞ്ഞപ്പോഴുള്ള അതേ തുക ആണ്. സ്പോൺസർ $9 മില്യൺ നൽകി. ഇനി $6 മില്യൺ കൂടി നൽകാനുണ്ട്. ഈ ഇടപാടിൻ്റെ ബാങ്ക് റെക്കോർഡ്സ് ഒന്നും ഫയലിൽ ഇല്ല എന്നുള്ളതാണ്. താങ്കളുടെ അനുമാനം എന്താണ്? താങ്കൾ അന്ന് ചോദിച്ച കാര്യത്തിന് പ്രസക്തി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. തീർച്ചയായിട്ടും ഇതിപ്പോ ഏറ്റവും വളരെയധികം ചാരിതാർത്ഥ്യത്തോടു കൂടി ഇരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ഞാനാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ വിഷയങ്ങൾ ഡയറക്റ്റ് ഈ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് ഉടമയായ ശ്രീ ആൻഡോയുമായിട്ട് നമ്മൾ ഡയറക്റ്റ് സംസാരിച്ചപ്പോൾ, ഇതുപോലെ തന്നെ മഞ്ജുഷ് നയിച്ച ഒരു ചർച്ചയിൽ സംസാരിച്ചപ്പോൾ ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ ഉന്നയിച്ച ഒരു കാര്യം ഇതായിരുന്നു: ഈ കരാറിലെ വ്യവസ്ഥകൾ പുറത്തുവിടാൻ സാധിക്കുമോ? ഇതിനകത്ത് എന്താണ് ഒളിച്ചു വെക്കാനുള്ളത്?
പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം അർജന്റീന. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.